നമസ്കാരം. നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 1 മാർക്കിന്റെ ചെറിയ ചോദ്യങ്ങൾ മുതൽ വലിയ എസ്സേ ചോദ്യങ്ങൾ വരെ ഈ ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ടുതന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊട്ടും സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഹലോ വിദ്യാർത്ഥികളെ, നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ യൂണിറ്റിന്റെ നോട്ടുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം വായിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ഈ അധ്യായം ഒരു തവണയെങ്കിലും വായിച്ചിട്ട് വേണം ഇത് കാണാൻ. അതാവുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. കാരണം ഈ അധ്യായത്തിന്റെ ഒരു പൂർണ്ണമായ രൂപമാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ശരി, ഈ യൂണിറ്റ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമുക്കിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം കുറച്ച് ആമുഖവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളും നോക്കാം. പിന്നെ മധുരവേലിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംവാദം ചർച്ച ചെയ്യും. പിന്നെ കടുത്തുരുത്തിയെക്കുറിച്ചുള്ള ചില ചരിത്രകാര്യങ്ങൾ. അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കാം. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മാർക്കിനും 2 മാർക്കിനുമൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ്. ഈ പോയിന്റുകൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വലിയ ആശയങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പരീക്ഷയ്ക്ക് കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നൊരു ഭാഗമാണിത്. അതുകൊണ്ട് ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ. ദലിതൻ എന്ന ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് കെ ബാബുരാജാണ്. നമ്മൾ പഠിച്ച ഇ.എം.എസിന്റെ ജീവിതപാതയ്ക്ക് അവതാരിക എഴുതിയത് ഇ.എം.എസ് തന്നെ. പക്ഷേ കൊച്ചിന്റെ ദലിതൻ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് കെ ബാബുരാജ്. ഇത് തമ്മിൽ മാറിപ്പോവരുത്. ദലിതൻ കെ ബാബുരാജ്. ഒരു മാർക്ക് ഇവിടെ ഉറപ്പിക്കാം. അപ്പോൾ എന്താണ് ഒരു ദലിത് ആത്മകഥയെ സാധാരണ ആത്മകഥയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? നോക്കൂ, ഒരു സാധാരണ ആത്മകഥയെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ മാത്രം ജീവിതകഥയാണ്. എന്നാൽ ഒരു ദലിത് ആത്മകഥ അങ്ങനെയല്ല. അതൊരു വ്യക്തിയുടെ കഥ പറയുന്നതിലൂടെ ഒരു സമൂഹം മുഴുവൻ അനുഭവിച്ച വേദനയുടെയും അതിജീവനത്തിൻ്റെയും ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടുതന്നെ ഇവിടെ വ്യക്തിയേക്കാൾ പ്രധാനം ആ സമൂഹത്തിനാണ്, ആ സാമുദായിക സ്വത്വത്തിനാണ്. ഇത് വെറുമൊരു വേദനയുടെ കഥയല്ല, മറിച്ച് ശക്തമായൊരു പ്രതിരോധത്തിൻ്റെ കഥ കൂടിയാണ്. കെ കൊച്ചിൻ്റെ ദലിത് ആക്ടിവിസത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? അതൊരു ലേഖനത്തിൽ നിന്നാണ്. തന്റെ വല്യച്ഛനുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ചാണ് അദ്ദേഹം അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ആ ലേഖനം എഴുതുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതാണ് തന്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടക്കമെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കെ കൊച്ചിന്റെ നാടായ മധുരവേലിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ചിന്തകളെയും എഴുത്തിനെയുമൊക്കെ രൂപപ്പെടുത്തിയ ആ ഒരു പശ്ചാത്തലം. ഇതാണ് ഒരു 5 മാർക്ക് ചോദ്യത്തിന് ഉത്തരമെഴുതാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടും. നമുക്ക് നോക്കാം എന്താണ് ചരിത്രമെന്ന്. അപ്പോൾ മധുരവേലിയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്ക് ചെയ്ത സഹായത്തിനു പകരമായിട്ട് നെയ്തശ്ശേരി മനയിലെ നമ്പൂതിരിമാർക്ക് വലിയൊരു ഭൂപ്രദേശം കിട്ടുന്നു. അത് മുഴുവൻ കാടായിരുന്നു. ആ കാട് വെട്ടിത്തെളിച്ച് കൃഷിയിടമാക്കാൻ വേണ്ടി ചേർത്തലയിൽ നിന്നും വടയാറിൽ നിന്നുമൊക്കെ ഈഴവരെയും പുലേരെയും അങ്ങോട്ട് കൊണ്ടുവന്നു. അവരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ വലിയ നെൽപ്പാടങ്ങളുണ്ടായത്. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ്. ദിവസം മുഴുവൻ പണിയെടുത്തിട്ട് രാത്രി വളരെ വൈകിയാണ് ഇവർക്ക് കൂലി കൊടുത്തിരുന്നത്. അതും തുച്ഛമായ നെല്ല്. അതുകൊണ്ട് വിഷപ്പടക്കാൻ പോലും തികയുമായിരുന്നില്ല. ആ കാലത്ത് താളും തകരയുമൊക്കെ കഴിച്ചാണ് അവർ ജീവൻ നിലനിർത്തിയത്. ഈയൊരു ദുരിതപൂർണമായ അനുഭവമാണ് പിന്നീട് കെ കൊച്ചിന്റെ കർക്കിടകം എന്ന പ്രശസ്തമായ കഥയ്ക്ക് കാരണമായത്. ശരി, ഇനി നമ്മൾ ഈ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അതിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു എസ്സേ ചോദ്യം ഉറപ്പായും നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ജന്മിത്വത്തെക്കുറിച്ച് 2 ശക്തമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു സംവാദമാണിത്. ഒരു വശത്ത് ഇ.എം.എസ്, മറുവശത്ത് കെ കൊച്ച്. ഇവിടെ ഈ 2 വാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇ.എം.എസിന്റെ അഭിപ്രായത്തിൽ നമ്പൂതിരിമാരുടെ കീഴിലുണ്ടായിരുന്ന ജന്മിത്തം കേരളത്തിൽ ഒരുതരം സാമ്പത്തിക വിപ്ലവത്തിന് കാരണമായി. അതായത് ഭൂമി വെട്ടിത്തെളിച്ചവരുടെ കയ്യിൽ നിന്ന് അതിന്റെ അവകാശം ജന്മിയിലേക്ക് മാറിയപ്പോൾ ഒരു പുതിയ സ്വത്തവകാശ ബോധം അഥവാ പ്രോപ്പർട്ടി കോൺഷ്യസ്നസ് ഉണ്ടായി എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ മധുരവേലിയിലെ യഥാർത്ഥ അനുഭവം മുൻനിർത്തിക്കൊണ്ട് കെ കൊച്ചി ഇതിനെ വളരെ ശക്തമായി ഖണ്ഡിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: നമ്പൂതിരിമാർ അവിടെ എന്ത് ഉൽപ്പാദന ബന്ധമാണ് പുതുതായി ഉണ്ടാക്കിയത്? അവരവിടെ ഉണ്ടായിരുന്ന ദലിതരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്തത്? അവരുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ജീവിച്ചതല്ലാതെ ഉൽപ്പാദനത്തിനവർ എന്ത് സംഭാവനയാണ് നൽകിയത്? ഈ 2 വാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. അടുത്തതായി നമുക്ക് കടുതുരുത്തിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ഒറ്റപ്പെട്ട പക്ഷേ പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകൾ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇവ ഓരോന്നും 1 മാർക്കിന്റെ ചോദ്യമായി വന്നേക്കാം. അതോടൊപ്പം ഈ സ്ഥലത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഇതൊന്ന് ഓർത്തുവെച്ചോളൂ.
AD 14 നൂറ്റാണ്ടിൽ എഴുതിയ ഉണ്ണുനീലി സന്ദേശം എന്ന പഴയ ഒരു കൃതിയിൽ പോലും കടുത്തുരുത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അക്കാലത്ത് ഇതിന് കടന്തേരി, വടമതിര എന്നൊക്കെ പ്രാദേശിക പേരുകളുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ ഇതിനെ സ്കന്ദപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറുമായി കൂട്ടിച്ചേർക്കുന്നതിനു മുൻപ് ഇത് വടക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് മനസ്സിലുറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇതൊരു ക്വിക്ക് റിവിഷനാണെന്ന് കൂട്ടിക്കോളൂ. ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവയാണ്. ആത്മകഥയുടെ പേര് ദലിതൻ, എഴുതിയത് KK കൊച്ച്. അവതാരിക എഴുതിയത് KK ബാബുരാജ്. അദ്ദേഹത്തിന്റെ ആദ്യ ലേഖനം അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ. കഥയിലെ പ്രധാന സ്ഥലങ്ങൾ മധുരവേലിയും നെയ്തശ്ശേരിമാനയും. ഈ പോയിന്റുകൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോൾ KK കൊച്ചിന്റെ വാദങ്ങൾ ഇത്രയും കൃത്യമായി മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്ക് ജന്മിത്തത്തെക്കുറിച്ചുള്ള EMSന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് KK കൊച്ചിന്റെ ശക്തമായൊരു മറുപടി കൂടി ചേർത്ത് ആത്മവിശ്വാസത്തോടെ ഒരു ഉത്തരം എഴുതാൻ കഴിയില്ലേ? ഒരേ ചരിത്രത്തെ തന്നെ എങ്ങനെയാണ് വ്യത്യസ്തമായി നോക്കിക്കാണുന്നത് എന്നിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും. നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.